Let's get ready for a date with dear husband. സൺഡേസ് യൂഷ്വലി ഓഫ് ഡേ എന്ന് പറഞ്ഞത് ചിലർക്കെങ്കിലും ഓർമ്മ കാണുമല്ലോ അല്ലേ? കുട്ടികളൊക്കെ വളർന്നൊരു പരുവമായപ്പോഴേക്കും ഞാനും ഹസ്ബൻഡും കൂടെ തീരുമാനിച്ചു ഇനി മുതൽ സൺഡേസ് ഞങ്ങളുടെ ഡേറ്റ് ഡേയ്സ് കൂടെ ആയിരിക്കുമെന്ന്. ശരിക്കും അച്ഛനും അമ്മയായിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് പലരും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ മറന്നു പോകാറുണ്ടല്ലേ? ഒടുവിൽ കുട്ടികളൊക്കെ വളർന്ന് വലുതായി നെസ്റ്റേഴ്സ് ആകുമ്പോഴായിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ മറന്നുപോയ ആ കണക്ഷൻ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. അത് ചിലപ്പോൾ വിജയമാകാം, ചിലപ്പോൾ ശീലമില്ലാത്തതുകൊണ്ട് പരാജയമാവാനും സാധ്യതയുണ്ട്. കുട്ടികളുടെ പഠനത്തിനും അവർക്ക് വേണ്ടി തന്നെയും മാറ്റിവെക്കുന്ന നമ്മുടെ ഈ ജീവിതത്തിനിടയ്ക്ക് നമ്മളെ വിശ്വസിച്ച് വന്ന പാർട്ട്ണർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം മാറ്റിവെക്കാം അല്ലേ? അങ്ങനെ ഒരു മൂവി ഡേറ്റിന് റെഡിയാവുകയാണ് കേട്ടോ ഞാൻ. സാധാരണ ഫൗണ്ടേഷനൊന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ. മടിയുമാണ്. പിന്നെ കറക്റ്റ് ഷെയ്ഡ് കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും. എനിക്കതിനെപ്പറ്റിയൊന്നും വലിയ പിടിയില്ല. അതുകൊണ്ട് വിശേഷ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഹൗസ് ഓഫ് മേക്കപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സ്കിൻ ടിൻറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണെഴുതാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. സാധാരണ ഏതെങ്കിലും ഒരു കാജൽ പെൻസിൽ ഉപയോഗിച്ച് കണ്ണെഴുതിയിട്ട് പിന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം സ്മഡ്ജ് ചെയ്യും. തീർന്നു. ഇത് തന്നെ കണ്ണെഴുത്ത്. പിരികൊന്ന് സെറ്റ് ചെയ്തു. നാച്ചുറലി തിക്കായതുകൊണ്ട് ഞാൻ പിരികൊന്നും എഴുതാറില്ല കേട്ടോ. കണ്ണെഴുതിയിരിക്കുന്നത് നല്ല തിക്കായതുകൊണ്ട് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ഇട്ടതും. അതും ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ തന്നെയാണ്. പിന്നെന്താ, പിന്നെ സാരി എൻ്റെ ഒരു സ്പെഷ്യൽ സാരിയാണ്. എനിക്കിഷ്ടമാണ് സാരി ഉടുക്കാനും. സാരിയൊക്കെ ഉടുത്ത് ചേരുന്ന വളയൊക്കെ ഇട്ട് സിൽവറിൽ ബ്ലൂ സഫയർ സ്റ്റോൺസ് പതിപ്പിച്ച ഒരു ചെറിയ സ്റ്റഡ്സ് വിത്ത് ഒരു കുഞ്ഞു ഡ്രോപ്സ് അതും ഇട്ട് പുറത്തു പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി. സാരിക്ക് ഇച്ചിരി പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ക്യാപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇന്ന് ഞങ്ങളിറങ്ങിയത് ഒരു മൂവി ഡേറ്റിനാണ്. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, നമ്മുടെ കൂടെ ഒരായുഷ്കാലം മുഴുവനും സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി, നമ്മുടെ നല്ല പാതിക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം മാറ്റിവെക്കാം. ഒരുമിച്ച് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമോ, സിനിമയ്ക്ക് പോവോ, ഇല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കുമോ, ഇല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കുമോ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ ബെറ്റർ ആവും. അങ്ങനെ ചിലവഴിക്കുന്ന സമയത്തിനിടയിൽ, ആ സ്നേഹത്തിനിടയിൽ ചെറിയ ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ അലിഞ്ഞില്ലാതെയാകും.